ഇന്ന് കാലത്ത് ഞാനും എൻ്റെ അനിയനും കൂടി പോയത് നമ്മുടെ പൂച്ചക്കുട്ടിയുടെ ഫസ്റ്റ് വാക്സിനേഷൻ എടുക്കാനാട്ടാ. പൂച്ചക്കുട്ടിനെ മേടിച്ചിട്ട് ഒരു 2 ദിവസത്തിനുള്ളിൽ ആദ്യത്തെ വാക്സിനേഷൻ എടുക്കണം എന്നാട്ടാ നമ്മുടെ ബ്രീഡർ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ആള് പറഞ്ഞ പോലെ 2ാമത്തെ ദിവസം തന്നെ പോയിട്ട് ഞങ്ങൾ വാക്സിനേഷൻ എടുത്തു. നമ്മുടെ തൃശ്ശൂർ തന്നെയുള്ള ഒരു ക്ലിനിക്കിലേക്കാട്ടാ പൂച്ചക്കുട്ടീനെ വാക്സിനേഷൻ എടുക്കാൻ കൊണ്ടുപോയത്. ഞാനൊക്കെ ആണെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു പെറ്റിന്റെ ഒക്കെ ക്ലിനിക്കിലേക്ക് കയറുന്നത് കേട്ടാ. അതുകൊണ്ട് തന്നെ പെറ്റ്സിനെ നോക്കണ കുറെ മെഡിക്കൽ എക്യുപ്മെന്റ്സും ഞാൻ ആ ക്ലിനിക്കിന്റെ ഉള്ളിൽ കണ്ടുട്ടാ. നമ്മുടെ പൂച്ചക്കുട്ടിയുടെ ഫസ്റ്റത്തെ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം കുറെ മരുന്നുകളൊക്കെ പൂച്ചയ്ക്ക് കൊടുക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പെറ്റ്സിന്റെ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം തൊട്ടപ്പുറത്തുള്ള ഫാർമസിയിൽ നിന്ന് പോയിട്ട് ഡോക്ടർ പറഞ്ഞ മരുന്നുകളൊക്കെ അവിടുന്ന് മേടിച്ചുട്ടാ. മരുന്ന് മേടിച്ചിട്ട് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ ഒരു കരിക്കും കഴിച്ചുട്ടാ. എന്റെ അനിയന് ഏറ്റവും കൂടുതൽ ഇഷ്ടം കരിക്കിന്റെ വെള്ളം കുടിക്കാനാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതിന്റെ ഉള്ളിലത്തെ വെള്ള സാധനം തിന്നാനാട്ടാ. അങ്ങനെ ഞങ്ങൾ കരിക്ക് കുടിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴി നമ്മുടെ ബൈക്കിൽ ഒരു 300 രൂപയ്ക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചുട്ടാ. നമ്മുടെ പൂച്ചക്കുട്ടിയുടെ ആദ്യത്തെ വാക്സിനേഷൻ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ 1-2 ദിവസത്തേക്ക് പനിയും തളർച്ച ഉണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ അത് കാരണം പനി ഉണ്ടെങ്കിൽ കൊടുക്കാനായിട്ട് ഒരു മരുന്നും ഡോക്ടർ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ പൂച്ചയ്ക്ക് കഴിക്കാനുള്ള മരുന്ന് ഞങ്ങൾ പൂച്ചയ്ക്ക് കൊടുക്കുന്ന ചിക്കനിൽ തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുത്തു വിട്ടാ. ഈ മരുന്നിന്റെ മണം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചെങ്കിലും നമ്മുടെ പൂച്ചയ്ക്ക് വിശപ്പുള്ള കാരണമാണെന്ന് തോന്നട്ടാ. ഒറ്റയടിക്ക് ചിക്കനും തീർത്തു മരുന്നും തീർത്തു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ പൂച്ചക്കുട്ടി കുറെ നേരം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ടാ. ഈ പൂച്ചക്കുട്ടികളൊക്കെ കിടന്നുറങ്ങണത് കാണാനായിട്ട് നല്ല രസാട്ടാ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഉറക്കത്തിൽ നിന്നൊക്കെ എന്തെങ്കിലും പണ്ടത്തെ പോലെ അത്ര ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല കേട്ടാ. അപ്പൊ എന്തുവെച്ചാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാട്ടാ.